Assalamualaikum, welcome back to our channel. ഇന്നൊരു പിസയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഈ പിസ ഉണ്ടാക്കാനായിട്ട് മാവൊന്നും കുഴക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഓവണൊന്നും വേണ്ട. നമ്മൾ പാൻകേക്കിൻ്റെ ഒക്കെ ബാറ്റർ പോലെ ഒരു ബാറ്റർ റെഡിയാക്കിയിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ഈ പിസ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ പിസയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ ഒരു കപ്പ് ബോൺലെസ് ചിക്കന് കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ചിക്കനിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 ടീസ്പൂണോളം സോയാ സോസാണ്. അപ്പോൾ അത് ഓപ്ഷനിലാണ്, നിർബന്ധമൊന്നുമില്ല. അതില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരു 10 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് പിസയ്ക്കുള്ള ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ വെച്ചിട്ട് അതിലേക്ക് ഒരു എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി എഗ്ഗിലേക്ക് 1 കപ്പോളം ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 4-5 ടേബിൾ സ്പൂണ് പാൽപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇത് മൂന്നും കൂടെ നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂണോളം മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബട്ടറാണ്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണോളം പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി മിക്സിലേക്ക് 1 കപ്പോളം മൈദപ്പൊടിയും 1/2 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ടിട്ട് കട്ടൊന്നുമില്ലാതെ നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മളുടെ പിസയ്ക്കുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതൊരു പാന് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ആ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് പിസ റെഡിയാക്കേണ്ടത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാന് വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് ചൂടായിട്ട് വരുമ്പം അതിലേക്ക് 2 കപ്പോളം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് നല്ല കനത്തിലുള്ള ബ്രെഡാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 2 കപ്പ് എന്നുള്ളത് 3 കപ്പോളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിനുശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ബബിൾസൊക്കെ വന്ന് തുടങ്ങും. ആ സൈഡൊന്ന് കുക്കായിട്ട് വരുമ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരു ഫോർക്ക് വെച്ചിട്ട് ബ്രെഡൊന്ന് ഇതുപോലെ കുത്തി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പിൽ ഒറിഗാനോ മിക്സ് ചെയ്തിട്ടാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഇതിന് പകരമായിട്ട് പിസ്സ സോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതായാലും മതി. പിസ്സ സോസ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുന്നിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് തക്കാളിയും സവാളൊക്കെ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ അതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചിക്കന് പകരമായിട്ട് സോസേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം. ഇനി ഇതിലേക്ക് മൊസറല്ല ചീസ് കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാപ്സിക്കം ഇതുപോലെ ഒന്ന് വട്ടത്തിൽ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വട്ടത്തിൽ കട്ട് ചെയ്തതിന് പകരമായിട്ട് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് വേണമെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് കുറച്ചുകൂടെ ഒന്ന് ചീസൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഗ്രീൻ ഒലീവ്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് മുകളിൽ പിസയുടെ നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് കുറച്ച് ഒറിഗാനോ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 5 to 10 മിനിറ്റ്സ് ഈ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ട് വരുന്നത് വരെ അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഒരു 6-7 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മളിതിലിട്ടിട്ടുള്ള ചീസൊക്കെ നല്ല രീതിയിൽ തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള പണി നമ്മളുടെ സൂപ്പർ ടേസ്റ്റി പിസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിന് വേണ്ടിയിട്ട് മാവ് കുഴക്കൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് ബാറ്റർ ഉണ്ടാക്കിയിട്ട് പാനിൽ ഒഴിച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പിസയാണ്. അപ്പം കുട്ടികൾക്കൊക്കെ എല്ലാവരും ഉണ്ടാക്കി കൊടുത്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്